ഹായ് ഹലോ. അപ്പം എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കെമിസ്ട്രിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. കെമിസ്ട്രിയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പീരിയോഡിക് ടേബിൾ അല്ലെ. നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ കേട്ടിട്ടുള്ള ഒരു ടേബിൾ ആണ് ഈ പീരിയോഡിക് ടേബിൾ. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന്. കാര്യം സ്കൂൾ ക്ലാസ്സുകളിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതായിട്ടുള്ള ഒരു ഏരിയ ആണ് പീരിയോഡിക് ടേബിൾ. അപ്പം നമ്മൾ ആ സമയത്ത് കുറെ പീരിയോഡിക് ടേബിളിലെ എലമെന്റ്സ് എല്ലാം പഠിച്ച ഒരു ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എലമെന്റ്സുകൾ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. അപ്പൊ പീരിയോഡിക് ടേബിളിനെ പറ്റിയും അതിനകത്ത് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളെ പറ്റിയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം. അപ്പൊ നോക്കിക്കേ, ഞാൻ ഈ മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടോ? ഈ പിക്ചർ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതാണ് കേട്ടോ. പറ്റുവാണെന്നുണ്ടെങ്കിൽ പറ്റുന്ന സ്റ്റുഡൻസ്, പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾ ഒരു പീരിയോഡിക് ടേബിളിന്റെ ഒരു പേപ്പർ ഇത് കടയിൽ വാങ്ങാൻ കിട്ടും. അതല്ലെങ്കിൽ നിങ്ങളൊന്ന് പ്രിന്റ് എടുത്താൽ മതി. കളർ പ്രിന്റ് ആണെങ്കിൽ അത്രയും നല്ലത്. കാരണം നമ്മൾ ഇത് ഓരോ കളേഴ്സ് കൊടുത്തിട്ട് ഓരോ ആൾക്കാരെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ്. അപ്പൊ നമുക്ക് പഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. നമ്മുടെ കയ്യിൽ ഒരു പീരിയോഡിക് ടേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡെയിലി കുറച്ച് എലമെന്റ്സുകളെ പറ്റി ഒന്ന് വായിക്കാനും അവരുടെ ആ ഒരു പ്ലേസും കുറച്ച് കാര്യങ്ങളും നമുക്ക് ഈ പീരിയോഡിക് ടേബിളിൽ നിന്ന് തന്നെ മനസ്സിലാക്കി വെക്കാൻ പറ്റും. അപ്പൊ കയ്യിൽ പീരിയോഡിക് ടേബിൾ ഉള്ളവരാണെങ്കിലും ആ പീരിയോഡിക് ടേബിൾ കൂടി വെച്ചുകൊണ്ട് ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പൊ ഇതൊരു പീരിയോഡിക് ടേബിൾ ആണ്. ഇപ്പൊ ഇതിനകത്ത് എലമെന്റ്സുകൾ ഉണ്ട്. ഇപ്പൊ നമുക്ക് കറന്റ്ലി 118 എലമെന്റ്സുകളാണ് നിലവിൽ നമുക്ക് ഉള്ളത്. അപ്പൊ ഈ 118 എലമെന്റ്സുകളെയും ഈ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു ടേബിൾ ആണ് നമ്മൾ ഈ കാണുന്ന ഈ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം ഈ ഒരു ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എലമെന്റ്സുകൾ ആദ്യം ഇത്ര എലമെന്റ്സുകൾ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ അതിനൊരു ഹിസ്റ്ററി നമ്മൾ പഠിക്കണം. എങ്ങനെയാണ് ഒരു പീരിയോഡിക് ടേബിൾ എന്നുള്ളൊരു ഐഡിയ, അല്ലെങ്കിൽ ആരാണത് കൊണ്ടുവന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം 1800 നമ്മൾ പോകുന്നത്. 1800 ആകെ മൊത്തം ഒരു 31 എലമെന്റ്സ് ആണ് അതുവരെ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ 31 എലമെന്റ്സുകളും കുറച്ചുകൂടി കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഒരു 865 ഒക്കെ ആയപ്പോഴത്തേനും അത് 63. അതായത് ഇങ്ങനെ കാലങ്ങൾ പൊക്കോണ്ടിരിക്കുമ്പോഴും എലമെന്റ്സിനെ കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷേ ഈ എലമെന്റ്സുകളുടെ ക്ലാസിഫിക്കേഷൻ ഒരു വലിയ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അപ്പം അതായത് നമുക്കൊരു സാധനം ഈസി ആയിട്ട് പഠിക്കണമെങ്കിൽ അതിനെ ക്ലാസിഫൈ ചെയ്ത് പഠിക്കുന്നതാണല്ലേ എളുപ്പം. നമ്മൾ ലൈബ്രറി ചെന്നിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഏത് ബുക്കാണോ വേണ്ടത് ആ സെക്ഷനിലോട്ട് നമ്മൾ നോക്കിയാൽ മതി. ഇപ്പൊ നമുക്ക് ലിറ്ററേച്ചർ ആണെങ്കിൽ നമ്മൾ ലിറ്ററേച്ചർ എന്ന് പറയുന്ന മലയാളം ലിറ്ററേച്ചർ എന്ന് പറഞ്ഞൊരു സൈഡിലോട്ട് പോയാൽ മതി. അതേസമയത്ത് ആ ഒരു ലൈബ്രറിയിലും ഒരു തരത്തിലുള്ള അറേഞ്ച്മെന്റും ഇല്ല, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനും ഇല്ല. നിങ്ങൾ ചെല്ലുമ്പോൾ ലൈബ്രറി പറയാണ് അവിടെ എവിടെയെങ്കിലും കാണും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പൊ ഈ എലമെന്റ്സുകളെ അറേഞ്ച് ചെയ്താൽ മാത്രമേ നമുക്ക് പിന്നീട് ഇവരുടെ പഠനം ഈസി ആകുള്ളൂ. അപ്പം അറേഞ്ച്മെന്റ് ആണ് ആദ്യമായിട്ട് വേണ്ടതെന്ന് മനസ്സിലാക്കി സയന്റിസ്റ്റുമാർ അറേഞ്ച് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇപ്പോൾ 118 എലമെന്റ്സുകളെയും അറേഞ്ച് ചെയ്യണം. അപ്പൊ അന്ന് പക്ഷെ അത്രയും കുറവായിരുന്നു. അപ്പൊ അന്ന് മുതലുള്ള അറേഞ്ച്മെന്റിന്റെ ഒരു ഓർഡർ നമ്മൾ പഠിക്കണം. ഈ 118 എലമെന്റ്സിൽ 94 എലമെന്റ്സുകളാണ് നാച്ചുറലി ഒക്കറിങ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഈ 94 എലമെന്റ്സുകൾ നാച്ചുറലി ഒക്കറിങ്. ബാക്കിയുള്ളത് എന്താണ്? ആർട്ടിഫിഷ്യലി എന്ത് ചെയ്യുന്നതാണ്? കണ്ടുപിടിച്ചതുമായിട്ടുള്ള എലമെന്റ്സുകൾ ആണ്. ഇവരെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു നേച്ചർ ഉണ്ട് ഈ ഒരു പീരിയോഡിക് ടേബിളിൽ. അപ്പൊ അതെന്താണെന്ന് നമുക്ക് പഠിക്കാം. ഇനി ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് എക്സാമിന് ചോദിക്കുന്നത് മെയിൻ ആയിട്ടുള്ള കുറച്ച് ക്ലാസിഫിക്കേഷൻ, ഒരുപാട് ക്ലാസിഫിക്കേഷനിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് ക്ലാസിഫിക്കേഷൻ പഠിക്കണം. ആ ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പറയുന്ന പേര് ഡൊബറൈനർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. തുടക്കകാലത്ത് ഒരു 817 കാലഘട്ടത്തിലൊക്കെ ഡൊബറൈനർ ലോ ഓഫ് ട്രയാഡ് പ്രപ്പോസ് ചെയ്തു. ട്രൈ മീൻസ് 3 എന്നർത്ഥം. അപ്പൊ ഇതിനകത്ത് 3ഉമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു സാധനമാണ് എന്നുള്ളത് നമുക്ക് ആ പേര് കേൾക്കുന്നത് തന്നെ മനസ്സിലാവും. അപ്പൊ അന്നുണ്ടായിരുന്ന 1035 എലമെന്റ്സുകളെ അദ്ദേഹം എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ചില എലമെന്റ്സുകളുടെ അറ്റോമിക് മാസ് അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ അന്നുണ്ടായിരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം അതിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ ഇവരെ അറേഞ്ച് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഈ അറേഞ്ച്മെന്റിൽ ചില ആൾക്കാർ, ചില ഗ്രൂപ്പുകാർ ഒരു പ്രത്യേകതരം സ്വഭാവം കാണിച്ചു. അതായത് ഈ അറ്റോമിക് മാസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒരു ഗ്രൂപ്പില് ആദ്യത്തെ ആളുടെയും അവസാനത്തെ ആളുടെയും തമ്മിലുള്ള അറ്റോമിക് മാസിന്റെ സം എടുത്തിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആവറേജ് അല്ലെങ്കിൽ അരിത്തമാറ്റിക് മീൻ എടുക്കുമ്പോൾ ആ മിഡിൽ എലമെന്റിനെ കിട്ടുന്നുണ്ട്. അപ്പൊ ഈ മിഡിൽ എലമെന്റിന്റെ അറ്റോമിക് മാസ് അവരുടെ രണ്ടുപേരുടെ ആവറേജ് ആണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം 3 പേരടങ്ങുന്ന ഗ്രൂപ്പുകളായിട്ട് ഇവരെ ക്ലാസിഫൈ ചെയ്തു. അപ്പം ഇദ്ദേഹം അതിനെ ട്രയാഡ് ലോ അല്ലെങ്കിൽ ലോ ഓഫ് ട്രയാഡ് എന്നൊക്കെ അറിയപ്പെട്ടിരുന്നു.
അപ്പൊ അന്ന് നോക്കുന്ന സമയത്ത് ഇത് കുറച്ചു പേർക്കൊക്കെ ആപ്ലിക്കബിൾ ആണ്, അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല, അദ്ദേഹം പറഞ്ഞ കാര്യം വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. അദ്ദേഹം പറഞ്ഞ ഗ്രൂപ്പുകൾ ഇങ്ങനെയായിരുന്നു: ലിഥിയവും സോഡിയവും പൊട്ടാസ്യവും. ഇന്നത്തെ പീരിയോഡിക് ടേബിളിൽ ഒരു ഗ്രൂപ്പിൽ വരുന്ന ആദ്യത്തെ 3 എലമെന്റുകളാണ് അവര്. ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന ആദ്യത്തെ 3 എലമെന്റുകളാണ്. അപ്പൊ അവരുടെ അറ്റോമിക് വെയിറ്റ് എടുത്ത് നോക്കിയാൽ 6.9, 23.0, അതുപോലെ തന്നെ 39.1. ഇതിന്റെ 6.9ഉം 39.1 കൂടെ 46 വരും. അപ്പൊ സോഡിയത്തിൻ്റെത് നമുക്ക് എന്താണ്, അതിന്റെ പകുതി 23. കറക്റ്റ് അല്ലേ? അതേപോലെ എലമെന്റുകൾ നോക്കുകയാണെങ്കിൽ കാൽഷ്യം, സ്ട്രോൺഷ്യം, ബീരിയം എടുത്തപ്പോഴും സെയിം ഇതേ സംഭവം തന്നെ കാണിക്കുന്നു. അടുത്ത ഒരു ഗ്രൂപ്പ് എടുത്തു, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. അപ്പം ഇതിലും സെയിം ട്രെൻഡ് തന്നെ കാണിക്കുന്നു. പക്ഷെ ഇതിന്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇത്രയും പേർക്ക് ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ, എല്ലാവർക്കും ഇത് ആപ്ലിക്കബിൾ അല്ല. ചില ആൾക്കാർക്ക് ഓക്കെ ആകുന്ന രീതിയിൽ നമുക്ക് അതിനെ ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് ചെയ്തു, ഇതിനെ റിജക്ട് ചെയ്തു നമുക്ക് പറയാം. പക്ഷെ എന്നാലും നമ്മൾ പഠിക്കണം. ഇതിനകത്ത് ലിമിറ്റേഷൻസുകളുണ്ട്. ഈ ലിമിറ്റേഷൻസുകളെ പിന്നീട് എന്താണ് മോഡിഫൈ ചെയ്തിട്ടാണ് പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാവുന്നത്. അല്ലെ, തെറ്റിൽ നിന്നാണ് അവർ എന്ത് ചെയ്തത്, ഓരോ കാര്യങ്ങളും പിന്നീട് അത് കറക്റ്റ് ചെയ്ത് പോയത്. ഇനി ന്യൂലാൻഡിലെ ലോ ഓഫ് ഒക്ടേവ്, ഇതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. വെറുതെ കഥ പോലെ നമ്മൾ പറയുന്ന സാധനങ്ങളല്ല, എക്സാമിന് ചോദിക്കുന്ന സാധനങ്ങളാണ്. ന്യൂലാൻഡ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റിന്റെ ലോ ഓഫ് ഒക്ടേവ്സ് കുറച്ചും കൂടി രസകരമായിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. 1866 ജോൺ ന്യൂലാൻഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് 56 എലമെന്റുകൾ അടങ്ങുന്ന ഒരു എന്താണ് അറ്റോമിക് മാസിന്റെ ബേസിസിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ നടത്തി. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ആദ്യം ഒരു എലമെന്റ് നമ്മൾ പറയാണ്, അതിന്റെ 8th എലമെന്റ്, ആ അറ്റോമിക് മാസ് ഇൻക്രീസ് എന്ന ഓർഡറിൽ അവർ അറേഞ്ച് ചെയ്തപ്പോൾ 1ാമത്തെ എലമെന്റിനും 8ാമത്തെ എലമെന്റിനും തമ്മിലൊരു സിമിലാരിറ്റി, പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. അങ്ങനെ 7 എലമെന്റ്സ് കഴിഞ്ഞിട്ട് ഇവരുടെ പ്രോപ്പർട്ടീസിന്റെ റെപ്പറ്റീഷൻ കാണിക്കുന്നു എന്നാണ് ന്യൂലാൻഡ് പറഞ്ഞത്. അതാണ് ഈ ലോ ഓഫ് ഒക്ടേവ്സിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചത്. അപ്പം ഇത് എന്ന് പറയുന്നത് ലൈറ്റർ എലമെന്റിന്റെ കേസിൽ, അതായത് കാൽഷ്യം വരെ ഉള്ള ആൾക്കാരിൽ ഇത് ഓക്കെയാണ്. കാൽഷ്യം വരെ എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ 20 വരെ ഉള്ളതൊക്കെ ലൈറ്റർ എലമെന്റിന് ഇത് ഓക്കെയാണ്. ഹയർ എലമെന്റ്സ് വരുമ്പോഴത്തേനും ഇതിന്റെ ട്രെൻഡ് ചെറുതായിട്ട് മാറുന്നതായിട്ട് കാണാം. അപ്പം ശരിക്കും ഇത് 56 എലമെന്റ്സുകളെ അവർക്ക് വേണ്ടിയിട്ട് അത്രയും മാത്രം റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു എന്താണ് ഒരു ക്ലാസിഫിക്കേഷൻ ആണെന്ന് പിന്നീട് തെളിഞ്ഞു ഈ ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്നത്. ഈ ലോ ഓഫ് ഒക്ടേവ്സ് എന്നതിനെ പറയാൻ കാരണം നമ്മുടെ ഈ മ്യൂസിക്കൽ നോട്ട്സിനകത്ത് 7 ഇതുണ്ടല്ലോ, ആ 7 നോട്ട്സിന്റെ റെപ്പറ്റീഷന് വരുന്നത് സരിഗമ അല്ലെങ്കിൽ ആ ABCD എന്ന് വരുന്ന ആ ഒരു നോട്ട് 7 കഴിയുമ്പോൾ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് വരും. അതുകൊണ്ടാണ് ഇതിൽ ലോ ഓഫ് ഒക്ടേവ്സ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതിനുശേഷം അപ്പൊ ന്യൂലാൻഡിന്റെ ഒക്ടേവ്സും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അക്സെപ്റ്റബിൾ അല്ലായിരുന്നു. കാര്യം കുറെ എലമെന്റ്സുകൾക്ക് അത് ആപ്ലിക്കബിൾ, കാൽഷ്യം വരെ അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും. പിന്നെ കുറച്ച് എന്താണ് അതിന് കുറച്ച് ഡീമെറിറ്റ്സ് അതിലും ഉണ്ടായിരുന്നു. അപ്പൊ ലോ ഓഫ് ട്രയാഡും ഡൊബറിനറിലെ ലോ ഓഫ് ട്രയാഡും ന്യൂലാൻഡിന്റെ ലോ ഓഫ് ഒക്ടേവും അത്ര സക്സസ്ഫുൾ അല്ലായിരുന്നു. പിന്നീട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ് മെന്റലീവ്. ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് മെന്റലീവിന്റെ പീരിയോഡിക് ടേബിൾ. മെന്റലീവ് ആണ് ഇന്ന് നമ്മൾ കാണുന്ന ഒരു പീരിയോഡിക് ടേബിളിന്റെ ആ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്ത് അദ്ദേഹവും ഈ എലമെന്റ്സുകളെ ക്ലാസിഫൈ ചെയ്തത് അറ്റോമിക് മാസിന്റെ ഇൻക്രീസിങ് ഓർഡറിലാണ്. അപ്പൊ അദ്ദേഹം അതിലിങ്ങനെ പറഞ്ഞത് എലമെന്റ്സുകളുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസും അറ്റോമിക് മാസിന്റെ പീരിയോഡിക് ഫങ്ഷൻസുകളായിട്ടാണ് അത് മാറുന്നതെന്നാണ് ആര് പറഞ്ഞത്, മെന്റലീവ് പറഞ്ഞത്. അപ്പൊ മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിനകത്ത് 63 എലമെന്റ്സുകളാണ് ഉണ്ടായിരുന്നത്. ഈ 63 എലമെന്റ്സുകളെ അദ്ദേഹം ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു ക്ലാസിഫിക്കേഷനിൽ അദ്ദേഹം ഉൾപ്പെടുത്തി. ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തി. അപ്പൊ അദ്ദേഹം ഇതിനെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തു. എന്നിട്ട് ഇവരെ അറേഞ്ച് ചെയ്യാനായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഗ്രൂപ്പുകളും പീരീഡുകളുമായിട്ട് ഇതിനെ മാറ്റി. അതെന്ന് വെച്ചാല് ഇപ്പം ഈ വെർട്ടിക്കലായിട്ട് ഇപ്പൊ നമ്മൾ കാണുന്ന പീരിയോഡിക് ടേബിളില് വെർട്ടിക്കലായിട്ട് കുറെ കോളംസ് ഉണ്ടായിരിക്കും, അതേപോലെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള കോളംസ് ഉണ്ടാവും. ഇങ്ങനെ താഴോട്ട് വരുന്ന വെർട്ടിക്കൽ കോളംസിനെ അദ്ദേഹം ഗ്രൂപ്പ്സ് എന്നും, അതേപോലെ നമ്മുടെ ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്ന ആ കോളത്തിനെ അദ്ദേഹം പീരീഡ്സ് എന്നും പറയുന്നു. ഇപ്പോഴത്തെ പീരിയോഡിക് ടേബിൾ, അതായത് നമ്മളിപ്പോ ഫോളോ ചെയ്യുന്നത് മോഡേൺ പീരിയോഡിക് ടേബിൾ ആണ്. മോഡേൺ പീരിയോഡിക് ടേബിൾ അങ്ങനെ തന്നെയാണ് അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഹൊറിസോണ്ടലി വരുന്ന കോളത്തിനെ പീരീഡ് എന്നും വെർട്ടിക്കലി വരുന്ന ആൾക്കാര് എന്താണ് ഗ്രൂപ്പ്സ് എന്നുമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു പേര് അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്തു. പക്ഷേ
ഇതിൽ എന്തുണ്ട്? ഡീമെറിറ്റ്സ് ഉണ്ട്. അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ നമ്മുടെ ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസിന്റെ എക്സ്പ്ലനേഷൻ നടക്കുമ്പോൾ ചില കൊബാൾട്ട്, നിക്കൽ, ടെലൂറിയം, അയഡിൻ പോലെയുള്ളവർ അതിനൊരു എക്സെപ്ഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ പറയുന്ന ലിമിറ്റേഷൻ എന്ന് പറയുന്ന ഐസോട്ടോപ്പുകൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റുകളുണ്ട്. ഐസോട്ടോപ്പ് അതൊക്കെ നമ്മൾ പിന്നീട് ക്ലാസ്സുകളിൽ പഠിക്കുന്ന സാധനമാണ്. ഈ ഐസോട്ടോപ്പുകളെ നമുക്ക് പ്ലേസ് ചെയ്യാനൊരു സ്പേസ് ആര് കൊടുത്തില്ല? ഈ നമ്മുടെ മെന്റലീവ് കൊടുത്തില്ല. അതേപോലെ തന്നെ നോൺ മെറ്റൽ ആയിട്ട് പോലും ഹൈഡ്രജനെ മെറ്റൽ സൈഡിലെ ലിഥിയത്തിന്റെ ഒക്കെ മുകളിൽ പ്ലേസ് ചെയ്തു എന്നുള്ള, അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പിലാക്കി എന്നുള്ള ഒരു മിസ്റ്റേക്ക്, അതൊരു വലിയ മിസ്റ്റേക്ക് ആയിരുന്നു. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ നോൺ മെറ്റൽ ആണ്, പക്ഷെ മെറ്റൽസിന്റെ കൂടെയാണ് കിടക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് പറ്റിയില്ല? മെന്റലീവിന് പറ്റിയില്ല. അപ്പം അതിനുശേഷം ഒരു 1913 ആയപ്പോഴത്തേനും അതിനൊരു ക്ലിയർ കട്ടായിട്ടുള്ള എക്സ്പ്ലനേഷനുമായിട്ട് ആര് വരുന്നു? മോസ്ലി എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് വരുന്നു. അപ്പം ഹെൻറി മോസ്ലി 1913 ഒരു പുതിയ ടേബിൾ, മോഡേൺ പീരിയോഡിക് ടേബിൾ, ആക്ച്വലി ഇത് മെൻഡലീവിന്റെ ടേബിൾ തന്നെയാണ്, പക്ഷെ അദ്ദേഹം അതിനെ മോഡിഫിക്കേഷൻ ചെയ്തു. മോഡിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം വലിയൊരു തിരുത്ത് നമ്മുടെ മെൻഡലീവിന്റെ ടേബിളിൽ ചെയ്തു. മെൻഡലീവ് പറഞ്ഞത് ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എൻ എലമെന്റ് എന്ന് പറയുന്നത് പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് മാസ് എന്നായിരുന്നു. അവിടെയാണ് അദ്ദേഹം ആദ്യമായിട്ട് കറക്റ്റ് ചെയ്തത്. അറ്റോമിക് മാസ് കിട്ടിയിട്ട് അദ്ദേഹം അവിടെ അറ്റോമിക് നമ്പർ എന്നാക്കി. അപ്പൊ അറ്റോമിക് മാസിന്റെ ബേസിസിലല്ല, അറ്റോമിക് നമ്പറിന്റെ ബേസിസിലാണ് നമ്മൾ ഇവരെ അറേഞ്ച് ചെയ്യേണ്ടത്. അങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് ഇവരെ അറേഞ്ച് ചെയ്യാമെന്ന് ആര് പറഞ്ഞു? നമ്മുടെ മോസ്ലി പറഞ്ഞു. അപ്പൊ അത് അക്സെപ്റ്റബിൾ ആയി എല്ലാവർക്കും. അന്നത്തെ സമയത്ത് എല്ലാവർക്കും അത് കേൾക്കുമ്പോൾ ലോജിക്കലി കറക്റ്റ് ആണ്. അദ്ദേഹം അതിനെ ഗ്രൂപ്പ് ചെയ്തപ്പോഴും അത് കറക്റ്റ് ആയിട്ട് വന്നു. അദ്ദേഹം ഒരു ലോ കൂടി അതിൻ്റെ കൂടെ പ്രപ്പോസ് ചെയ്തു. അതിനെ മോഡേൺ പീരിയോഡിക് ലോ എന്നാണ് അറിയപ്പെടുന്നത്. ഇത്രയേ ഉള്ളൂ. കെമിക്കൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദി എലമെന്റ്സ് ആർ ദി പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ അതാണ് അവിടുത്തെ പോയിന്റ്. അറ്റോമിക് നമ്പറിന്റെ ബേസിസിലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മോഡേൺ പീരിയോഡിക് ലോ അനുസരിച്ച് ഇന്നത്തെ ഒരു പീരീഡും ഗ്രൂപ്പുകളുമുള്ള ടേബിള് ഡിറൈവ് ചെയ്തു. ആ ഒരു ടേബിളിനകത്ത് 7 ഹൊറിസോണ്ടൽ ആയിട്ടുള്ള കോളംസ് ഉണ്ട്. അതിനെ പീരീഡ് എന്നും 18 വെർട്ടിക്കൽ ആയിട്ടുള്ള ഗ്രൂപ്പ്സുകൾ എന്നും പറയുന്നു. അപ്പം ഗ്രൂപ്പുകൾ 18 എണ്ണമാണ്, 7 ഹൊറിസോണ്ടൽ എന്തുണ്ട് പീരീഡ്സുകളും ഉണ്ട്. ഇനി ഗ്രൂപ്പുകളിൽ നമ്മൾ ആൾക്കാരെ ഫില്ല് ചെയ്തിരിക്കുന്നത് സെയിം വാലൻസ് ഇലക്ട്രോണുകളുടെ ബേസിസിലാണ്. ഓരോ ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം എല്ലാം സെയിം ആയിരിക്കും. ഫസ്റ്റ് ഗ്രൂപ്പിലുള്ളവരാണെങ്കിൽ വാലൻസ് ഇലക്ട്രോൺ 1 ഉള്ളവരായിരിക്കും. സെക്കൻഡ് ഗ്രൂപ്പ് ആൾക്കാരാണെങ്കിൽ വാലൻസ് ഇലക്ട്രോൺ 2 ഉള്ളവരായിരിക്കും. അവരുടെ വാലൻസ് ഇലക്ട്രോണുകൾ എല്ലാം സെയിം ആണ്. അവരുടെ ഷെല്ലുകളുടെ നമ്പർ കൂടിയാലും വാലൻസ് ഇലക്ട്രോണുകളുടെ നമ്പർ വെച്ചിട്ട് ഇവർ എന്ത് ചെയ്യാൻ പറ്റും? ഒറ്റ ഗ്രൂപ്പിൽ ആയി. ഇനി വാലൻസ് ഇലക്ട്രോൺ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഔട്ടർമോസ്റ്റ് ഷെല്ലില്, ഒരു ആറ്റത്തിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിയാണ് നമ്മൾ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഇനി നമ്മളാണെങ്കിൽ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇനി പോകുന്നത് നമ്മുടെ ടേബിളിലോട്ട്, പീരിയോഡിക് ടേബിളിലോട്ടാണ്. ഈ പീരിയോഡിക് ടേബിൾ കളേർഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ നിങ്ങൾ ആ കളർ നോക്കി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഈ പീരിയോഡിക് ടേബിളിന്റെ പ്രത്യേകത, ഇതിന്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് മെറ്റൽസിനെ പ്ലേസ് ചെയ്യാനും റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് നോൺ മെറ്റൽസിനെ പ്ലേസ് ചെയ്യാനുമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ആ ലെഫ്റ്റ് സൈഡുകളിൽ മെറ്റൽസും റൈറ്റ് സൈഡിൽ നോൺ മെറ്റൽസും ആണ്. നോക്കിക്കേ, മെറ്റൽസ് ലെഫ്റ്റിലോട്ട് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ നമുക്ക് കാണാം മെറ്റൽസ് ഇങ്ങോട്ട് മെറ്റൽസും ഇങ്ങോട്ട് നോൺ മെറ്റൽസും ആയിരിക്കും. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം ഓരോ ആൾക്കാരുടെയും പേര് നമ്മൾ നോക്കുക. ഓരോ ആൾക്കാരും ആദ്യം ഞാൻ നോക്കിക്കേ, ഈ ഹൈഡ്രജൻ ഗ്രീൻ കളർ, അപ്പൊ ഹൈഡ്രജൻ ഈ ഗ്രൂപ്പിൽ പെടൂല എന്നാണ് ഇത് മീൻ ചെയ്തത്. നോക്കിക്കേ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം, ഇവരെ ഇത്രയും പേര് ഒരു ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിന്റെ പേരാണ് ആൽക്കലി മെറ്റൽസ്. എന്താണ്? ആൽക്കലി മെറ്റൽസ്. അപ്പൊ നോക്കിക്കേ, യെല്ലോ കളർ ആൽക്കലി മെറ്റൽസ് ആണ്, അല്ലെങ്കിൽ പിങ്ക് കളർ ആൽക്കലി മെറ്റൽസ് ആണ്. അടുത്തത് ബെറിലിയം, മാഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. ഈ യെല്ലോ കളറിൽ കാണപ്പെടുന്ന സെക്കൻഡ് ഗ്രൂപ്പിനെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇവര് സ്ട്രോങ് മെറ്റൽസ് ആണ്, ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും. ഇനി മിഡിലിൽ കാണുന്ന ഈ ഒരു ബ്ലൂ കളറിൽ, ഒരു ലൈറ്റ് ബ്ലൂ കളറിൽ കാണുന്ന ഇവര് എന്ന് പറയുന്നത് ട്രാൻസിഷൻ മെറ്റൽസ് എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. എന്താണ്? ട്രാൻസിഷൻ മെറ്റൽസ് ആണ് ഇവർ. ഇപ്പൊ സ്കാൻഡിയത്തിൽ തുടങ്ങിയതാ ഇവിടെ മെർക്കുറിയിൽ അവസാനിക്കുന്ന ഇത്രയും പേര് എന്താണ്? ആക്ച്വലി ട്രാൻസിഷൻ മെറ്റൽസ് ആണ്.
ഓക്കെ അല്ലെ? ഇനി നമ്മുടെ ഇത് നോക്കുകയാണെങ്കിൽ നോൺ മെറ്റൽസുകളാണ്. ഇതിൽ ആദ്യത്തെ ആൾക്കാരുടെ പേര് വെച്ചിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത്. ബോറോൺ അടങ്ങിയിരിക്കുന്ന ആദ്യത്തെ എലമെന്റ് ബോറോൺ ആണെങ്കിൽ ആ ഫാമിലിന്റെ ബോറോൺ ഫാമിലി, ഗ്രൂപ്പിന്റെ പേര് ബോറോൺ ഫാമിലി. കാർബൺ ഫാമിലി, നൈട്രോജൻ ഫാമിലി, ഓക്സിജൻ ഫാമിലി നോൺ മെറ്റൽ ആണ്. അതേപോലെ തന്നെ ഫ്ലൂറിന്റെ ഫാമിലിനെ നമ്മൾ പറയുന്ന പേരാണ് ഹാലോജൻസ് എന്ന് പറയും. എന്താണ്? ഹാലോജൻസ് എന്ന് പറയും. അത് കഴിഞ്ഞ് ഫ്ലൂറിനോട് ചേർന്ന് കഴിഞ്ഞ് ഹീലിയം ഉൾപ്പെടുന്ന താഴോട്ടുള്ള ഗ്രൂപ്പിനെ നമുക്ക് നോബൽ ഗ്യാസസ് എന്നാണ് അറിയപ്പെടുന്നത്. വാലൻസി കംപ്ലീറ്റ് ആയിട്ടുള്ള, അവരുടെ ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അധികം റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടാത്ത ആൾക്കാരാണ്. ആരത്? സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ ആരെന്ന് പറയുന്നത്? ഈ നോബൽ ഗ്യാസ്. ലാസ്റ്റ് കാണുന്ന ഈ ഒരു ഗ്രൂപ്പ് നോബൽ ഗ്യാസിൻ്റെതാണ്. അതിനുശേഷം എന്താ, ഇതിന് താഴെ കുറച്ച് സെപ്പറേറ്റ് ആയിട്ടുള്ള ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാന്തനം സ്റ്റാർട്ട് ചെയ്യുന്നത് ലാന്തനൈഡ് സീരീസ് ആണ്. ലാന്തനൈഡ് സീരീസിലോട്ടാണ്. ലാന്തനൈഡ് സീരീസ്. ഇത് ആക്ടീനിയം സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ടിനൈഡ് സീരീസ് ആണ്. ഇവരെ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഒരു പീരിയോഡിക് ടേബിളിലുള്ള ഗ്രൂപ്പ് നമ്മൾ പഠിക്കണം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മെറ്റൽസിനും നോൺ മെറ്റൽസിനും ഇടയിൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ആൾക്കാരെ നമ്മൾ മെറ്റലോയിഡ്സ് എന്നാണ് പറയുന്നത്. എന്താണ്? മെറ്റലോയിഡ്സ്. നമ്മൾ സെമി കണ്ടക്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഈ മെറ്റലോയിഡ്സിനെയാണ്. ഇപ്പൊ ഈ മെറ്റലോയിഡ്സ് നമ്മുടെ ഈ പീരിയോഡിക് ടേബിളിൽ നമുക്ക് ഇതാ നോക്കിക്കേ, ഒരു സിക്സാക് പൊസിഷനിൽ കാണുന്നുണ്ട്. ഈ ബോറോൺ ഇതിനകത്ത് ഇങ്ങനെ കൊടുക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഇങ്ങനെ സിക്സാക് പോലെ കൊടുക്കുന്ന, സ്റ്റെപ്പ് പോലെ കിടക്കുന്ന ആൾക്കാരെ നമുക്ക് മെറ്റലോയിഡ്സ് എന്നാണ് പറയുന്നത്. ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ബോറോൺ ഉണ്ട്, സിലിക്കോൺ ഉണ്ട്, ജെർമേനിയം ഉണ്ട്, ആഴ്സനിക് ഉണ്ട്, ആന്റിമണി ഉണ്ട്, ടെലൂരിയം ഉണ്ട്, പൊളോണിയം ഉണ്ട്. ഇത്രയും പേരും എന്താണ്? മെറ്റലോയിഡ്സ് ആണ്. അപ്പം ഈ ഒരു ക്ലാസിഫിക്കേഷൻ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് കുറെ ക്വസ്റ്റ്യന് ആൻസർ ചെയ്താൽ പറ്റും. അപ്പൊ പിന്നെ നിങ്ങൾ ഉറപ്പായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യത്തെ ഒരു 30 സിംഗിൾ വരെയുള്ള എലമെന്റ്സുകളുടെ നമ്പർ പഠിച്ചു വെച്ച് നിങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 20 വരെ നമുക്ക് ഓക്കെ ആണ്. 20 വരെ നമുക്ക് ഓക്കെ ആണ് അല്ലെ? ഹൈഡ്രജൻ, ഹീലിയം, മീഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. അഥവാ നിങ്ങൾക്ക് അറിയില്ലെങ്കിലും നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ള എലമെന്റ്സ് ആയതുകൊണ്ട് നമുക്കത് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ 21 തൊട്ട് 30 വരെയും കൂടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ കുറച്ച് ഗ്രൂപ്പ് എലമെന്റ്സും കൂടി പഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇനി ഇതൊക്കെ പഠിക്കാനായിട്ട് ചെറിയ ചെറിയ ഷോർട്ട് ട്രിക്സുകൾ ഉണ്ട്. അത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ നമുക്ക് ഷോർട്സുകളൊക്കെ ആയിട്ട് വീണ്ടും പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ പീരിയോഡിക് ടേബിളിന്റെ കുറച്ച് എല്ലാം ഒന്നുമില്ല, ചില ഗ്രൂപ്പുകളെയും ചില ആൾക്കാരെയും പഠിക്കാനായിട്ട് നമുക്ക് ട്രിക്സ് ഉണ്ട്. ആ എലമെന്റ്സിനെ പഠിക്കാൻ അത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് വേണം, നിങ്ങൾക്ക് അത് പഠിക്കാൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമന്റ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങളുടെ ആൾക്കാരുടെ ആവശ്യം അനുസരിച്ച് നമുക്കത് എന്ത് ചെയ്യാം, ഇടാം. അപ്പം എത്ര പേർക്ക് വേണം അതനുസരിച്ച് നമുക്കത് ഷോർട്സ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ലോങ് വീഡിയോ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇടാൻ പറ്റും. നിങ്ങളുടെ താല്പര്യം അനുസരിച്ചാണ് കേട്ടോ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. എക്സാം വന്ന് ഓൾ ദി ബെസ്റ്റ്.